ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിഷ തീർത്ഥം ചാനലിലേക്ക് സ്വാഗതം. വിഷു ഫലങ്ങളാണ് പറയുന്നത്. 2026 ഏപ്രിൽ മാസം 14-ാം തീയതി സൂര്യൻ ഉദിച്ച് 8 നാഴിക 8 വിനാഴിക ചെല്ലുമ്പോൾ ആണ് ഈ വർഷത്തെ വിഷു സംക്രമം നടക്കുന്നത്. സൂര്യൻ മീനൻ രാശിയിൽ നിന്നും അതിൻ്റെ ഉച്ചരാശിയായ മേടൻ രാശിയിലേക്ക് സംക്രമിക്കുന്നതാണ് വിഷു സംക്രമം എന്ന് അറിയപ്പെടുന്നത്. ഈ വർഷത്തെ വിഷു സംക്രമം ഉദയത്തിന് ശേഷമാകിയാൽ വിഷു ആഘോഷിക്കുന്നത് 15-ാം തീയതിയാണ്. ജ്യോതിഷത്തിൽ ഓരോ നക്ഷത്രക്കാർക്കും പല തരത്തിലുള്ള ഫലങ്ങൾ പ്രവചിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടാണ് വിഷു ഫലം. മേടമാസം 1-ാം തീയതി മുതൽ മീനമാസം 30-ാം തീയതി വരെയുള്ള ഒരു വർഷക്കാലമാണ് വിഷു വർഷം. വിഷു ഫലത്തോടൊപ്പം തന്നെ ചാരഫലങ്ങളും വർഷഫലങ്ങളും ഓരോ നക്ഷത്രക്കാർക്കും അനുഭവപ്പെടുന്നുണ്ട്. വിഷുഫലവും ചാരഫലവും ഒക്കെ ഒരു നക്ഷത്രക്കാരെ സംബന്ധിച്ച് പരിഗണിക്കേണ്ടതാണ്. ഈ വീഡിയോയിലൂടെ പറയുന്നത് വൃശ്ചികം രാശിയിൽപ്പെട്ട നക്ഷത്രക്കാരുടെ വിഷുഫലങ്ങളെ കുറിച്ചാണ്. വിശാഖം അവസാനത്തെ പാദം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് വൃശ്ചികം രാശിയിൽ ഉൾപ്പെടുന്നത്. പഞ്ചാംഗ ഗണിതപ്രകാരം 27 നക്ഷത്രങ്ങളിൽ 9 നക്ഷത്രങ്ങളെ ശൂലം വിഭാഗത്തിലും 18 നക്ഷത്രങ്ങളെ ഷഡ്കം വിഭാഗത്തിലും ഉൾപ്പെടുത്തുന്നു. ശൂലം വിഭാഗത്തിലെ നക്ഷത്രങ്ങൾക്ക് ദോഷഫലങ്ങളും ഷഡ്കം വിഭാഗത്തിലുള്ള നക്ഷത്രങ്ങൾക്ക് ഗുണഫലങ്ങളുമാണ് പറയപ്പെടുന്നത്. ഈ രാശിയിൽ ഉൾപ്പെടുന്ന വിശാഖം നക്ഷത്രം അന്ത്യശൂലം എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രത്തിന്റെ വിഷുഫലവും ശുഭകരമല്ല. അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ അന്ത്യ ഷഡ്കം എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാരുടെ വിഷുഫലം ശുഭകരമാണ്. ഈ രാശിയിൽപ്പെടുന്ന വിശാഖം നക്ഷത്രം അന്ത്യശൂലം വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ വിഷുഫലവും ശുഭമല്ല. പശു, പക്ഷി മുതലായവയിൽ നിന്നും ഉപദ്രവം ഉണ്ടാകുന്നത് മൂലം ശരീരത്ത് മുറിവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത്തരം സന്ദർഭത്തിൽ പ്രത്യേകം ജാഗ്രത കാണിക്കണം. അതുപോലെ രോഗങ്ങൾ വരുവാനും സാധ്യത പറയുന്നുണ്ട്. അപ്രതീക്ഷിതമായി ചില ആപത്തുകളിൽ ചെന്ന് പെടാനും സാധ്യത ഉള്ളതുകൊണ്ട് ജീവിതത്തിൽ ഓരോ നിമിഷത്തിലും ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതായിരിക്കും. അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ അന്ത്യഷഡ്കത്തിൽ പെടുന്നത് കൊണ്ട് ഗുണഫലങ്ങളാണ് വിഷുഫലമായി പറയുന്നത്. ഇവർക്ക് സമൂഹത്തിൽ വലിയ നേതൃപദവി ലഭിക്കും. ജനപദങ്ങളുടെ നേതാവായി വിരാജിക്കുന്നതിനുള്ള ഒരു അവസരം ഈ നക്ഷത്രക്കാർക്ക് ഈ വിഷു വർഷം വന്നു ചേരും. പ്രാദേശിക സംഘടനകളുടെയോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെയോ ഒക്കെ നേതൃപദവിയിൽ എത്തുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഇവർക്ക് അവസരം ഉണ്ടാകും. ഈ ഒരു വർഷം കൊണ്ട് ജനപ്രീതി ഇവർക്ക് കൂടുതലായി ലഭിക്കും. അതുപോലെ തങ്ങളുടെ മേലധികാരികളുടെ പ്രീതി നേടുന്നതിനും ഈ വർഷം ഇവർക്ക് സാധിക്കുന്നതാണ്. ഉദ്യോഗസ്ഥന്മാർക്കും മറ്റും മേലധികാരികളുടെ പ്രീതികൾ മൂലം കർമ്മരംഗത്ത് കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. പ്രമോഷൻ, അതുപോലെ സാമ്പത്തിക നേട്ടങ്ങൾ ഇതൊക്കെ ഈ വർഷം അനുഭവപ്പെടുന്നതാണ്. കൂടുതൽ അധികാരത്തിലേക്ക് എത്തിച്ചേരുവാൻ ഈ നക്ഷത്രക്കാർക്ക് കഴിയും. സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ അധികാര പ്രാപ്തി കൈവരുന്നതാണ്. ഉദ്യോഗസ്ഥന്മാർക്കും കൂടുതൽ അധികാരമുള്ള സ്ഥാനങ്ങളിലേക്ക് പ്രമോഷൻ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. ഈ ഉയർച്ച ഇവരെ സാമ്പത്തികമായ വലിയ നേട്ടം ഉണ്ടാക്കുവാൻ സഹായിക്കും. സകല വിധത്തിലുള്ള സുഖാനുഭവങ്ങളും ഈ വിഷു വർഷം ഇവർക്ക് വന്നു ചേരും. മനസ്സിന് എപ്പോഴും സന്തോഷം അനുഭവപ്പെടും. കുടുംബത്തിലെ എല്ലാ കാര്യത്തിലും ഉയർച്ച അനുഭവപ്പെടുന്നതാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളും കൂടുതലായി ഇവരെ സഹായിക്കും. പുതിയ പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കുവാൻ ഈ വിഷു വർഷത്തിൽ ഇവർക്ക് അവസരമുണ്ടാകും. കുടുംബാംഗങ്ങൾ തമ്മിൽ കൂടുതൽ യോജിപ്പും സഹകരണവും നിലവിൽ വരും. ഇതിൻ്റെയൊക്കെ ഫലമായി വലിയ ഐശ്വര്യങ്ങൾ, ഇതിൻ്റെയൊക്കെ ഫലമായി ഐശ്വര്യ വർധനവ് കുടുംബത്തിൽ അനുഭവപ്പെടും.
പ്രത്യേകിച്ചും ജൂൺ 2 ശേഷം ഇവർക്ക് കൂടുതൽ ഭാഗ്യാനുഭവങ്ങൾ അനുഭവത്തിൽ വരും. ഭാഗ്യസ്ഥാനത്തേക്ക് വ്യാഴം പ്രവേശിക്കും, അതും ഉച്ചസ്ഥനായി ഭാഗ്യസ്ഥാനത്തേക്ക് എന്ന വ്യാഴം വലിയ വലിയ ഭാഗ്യാനുഭവങ്ങളും സൗഭാഗ്യങ്ങളും ഇവർക്ക് ജീവിതത്തിൽ നൽകുന്നതാണ്. ഭാര്യ ലബ്ധി ഇവർക്ക് കൈവരിക്കുവാൻ സാധിക്കും. വിവാഹം ആലോചിച്ച് വിവാഹം നടക്കാത്ത യുവതി യുവാക്കൾക്ക് അനുകൂലമായ ഒരു വിവാഹം ഈ വർഷം വന്നു ചേരും. സന്താന ഭാഗ്യവും ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം അനുഭവപ്പെടും. ഈ രാശിയിൽപ്പെട്ട എല്ലാ നക്ഷത്രക്കാർക്കും വ്യാഴത്തിന്റെ ഈ ശുഭഫലങ്ങൾ അനുഭവപ്പെടുന്നതാണ്. സാമ്പത്തികമായ വലിയ കുതിച്ചുചാട്ടം ഈ ഭാഗ്യസ്ഥാനത്തെ വ്യാഴം ഈ രാശിക്കാർക്ക് നൽകുന്നതാണ്. വിവിധ രീതിയിൽ സാമ്പത്തികമായ നേട്ടം ഈ രാശിക്കാരുടെ കുടുംബത്തിൽ വന്നു ചേരും. ഉദ്യോഗത്തിലൂടെയും കൃഷിയിലൂടെയും കച്ചവടത്തിലൂടെയും വ്യവസായത്തിലൂടെയും നിക്ഷേപങ്ങളിലൂടെയും ഒക്കെ സാമ്പത്തികമായ നേട്ടം ഇവർക്ക് കൈവരും. കുടുംബ സ്വത്തുക്കൾ കിട്ടുവാൻ ഉള്ളവർക്ക് അത് ലഭിക്കുന്നതിന് അനുകൂല സമയമാണ് ഈ വിഷു വർഷക്കാലം. സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും ഇവർക്ക് ജൂൺ മാസം 2 ശേഷം കൂടുതൽ അവസരം ലഭിക്കും. കർമ്മസിദ്ധി ഇവർക്ക് അനുഭവപ്പെടുന്നതാണ്. കർമ്മരംഗത്ത് വലിയ ഉയർച്ച ഉണ്ടാകും. കർമ്മരംഗത്ത് കൂടുതൽ പുരോഗതി ഇവർക്ക് വന്നു ചേരും. വർദ്ധിച്ച ആജ്ഞാശക്തിയോടെ പ്രവർത്തിക്കാനുള്ള അവസരമാണ് ഈ വ്യാഴം ഈ രാശിക്കാർക്ക് നൽകുന്നത്. സമൂഹത്തിൽ ഉന്നത സ്ഥാനത്ത് വലിയ ആജ്ഞാശക്തിയോടെ പ്രതാപത്തോടെ കഴിയുവാനുള്ള അവസരം ഈ രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്കെല്ലാം ഈ വിഷു വർഷത്തിൽ വന്നു ചേരും. ഈ ഭാഗ്യാനുഭവങ്ങളൊക്കെ വന്നു ചേരുമ്പോൾ തന്നെ ചില ദോഷാനുഭവങ്ങളും ഈ രാശിയിൽപ്പെട്ടവർക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. സന്താനങ്ങളുമായി വേർപെട്ട് കഴിയേണ്ട ഒരു അവസ്ഥ ഒരുപക്ഷെ ഈ രാശിക്കാർക്ക് വന്നുപെട്ടേക്കാം. കുടുംബത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളോ കലഹങ്ങളോ ഉണ്ടാകുവാനും സാധ്യത ഉള്ളതിനാൽ കുടുംബത്തിൽ മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ ഒരു മിതത്വം പാലിക്കുന്നത് കൂടുതൽ വിജയങ്ങൾക്ക് സഹായിക്കും. അന്യദേശ ഗമനത്തിനും ഈ രാശിയിൽപ്പെട്ടവർക്ക് സാധ്യതയുണ്ട്. വിദേശത്ത് പോയി പഠിക്കുവാനോ ജോലി ചെയ്യുവാനോ ഇവർക്ക് അവസരം വന്നു ചേരും. ഉന്നത സ്ഥാനപ്രാപ്തിയിൽ അഹങ്കരിക്കാതെ മറ്റുള്ളവരുമായി സഹകരിക്കുവാനും മറ്റുള്ളവരുടെ പ്രീതി നേടുവാനും ഈ കൂറിൽപ്പെട്ടവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം ഉന്നത സ്ഥാനത്ത് നിന്നും ഒരു സ്ഥാനഭ്രംശം ഉണ്ടാകുവാൻ ഈ രാശിയിൽപ്പെട്ടവർക്ക് സാധ്യത കാണുന്നുണ്ട്. മുൻകൂട്ടി ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞ് ജീവിതത്തിൽ വേണ്ട ക്രമീകരണങ്ങൾ നടത്തിയാൽ ജീവിതത്തിൽ വിജയം നേടുവാൻ സാധിക്കും. ഗുണഫലങ്ങൾ അറിഞ്ഞ് അഹങ്കരിക്കാതെയും ദോഷഫലങ്ങൾ കേട്ട് മനപ്രയാസപ്പെടാതെയും ദൃഢനിശ്ചയത്തോടുകൂടി മുന്നോട്ട് പോകുന്ന എല്ലാവർക്കും ജീവിതത്തിൽ വിജയിക്കുവാൻ കഴിയും. ഈ വസ്തുതകളൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ഈ രാശിയിൽപ്പെട്ടവർക്ക് ഈ വിഷു വർഷത്തിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവപ്പെടട്ടെ എന്ന് മഹാദേവനോട് പ്രാർത്ഥിക്കുന്നു. ശംഭോ മഹാദേവ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓൺലൈൻ കൺസൾട്ടേഷനായി എൻ്റെ വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക. നന്ദി, നമസ്കാരം.